ശരി, ശ്രീമതി വീണ എസ് നായർ, സർക്കാരിന്റെ ഇപ്പോഴത്തെ സംവിധാനത്തെ കുറിച്ചും രാഹുൽ പറഞ്ഞു, അതിനെ അനുമോദിക്കുന്നുമുണ്ട് രാഹുൽ. അതായത് പ്രത്യേക അന്വേഷണ സംഘം പോലീസിന്റേത് രൂപീകരിച്ചതിന്. പക്ഷെ അതിപ്പോൾ ഈ നടിമാർ കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയല്ലോ, അതിനെക്കുറിച്ചുള്ള ആ മൊഴികൾ പരിശോധിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവരുടെ മൊഴികൾ ശേഖരിക്കുക, കേസെടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇല്ല കേട്ടോ. ആ രീതിയിൽ ആണ് എന്ന് ഇന്നലെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല. അതാണല്ലോ നിങ്ങൾ അതിനെ എതിർക്കുന്നത്. അത് പോരാ, ഈ രീതിയിലുള്ള അന്വേഷണ സംഘം പോരാ എന്ന്. പക്ഷെ രാഹുൽ അത് അഭിനന്ദിക്കുകയാണ്. ഇതൊരു നല്ല നീക്കമാണ് സർക്കാരിൻ്റെതെന്ന്. വീണ, അല്ല, പലരും അഭിനന്ദിക്കുമായിരിക്കാം. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ അന്വേഷണ സംഘം രൂപീകരിച്ചതിലെ തന്നെ സത്യസന്ധത ഇല്ലായ്മ തീർച്ചയായിട്ടും ഒരു സ്ത്രീപക്ഷ നിലപാടെടുക്കുന്നവർക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് തന്നെ ഒന്ന് നോക്കൂ. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് സ്പർജൻ കുമാർ IGP-യുടെ നേതൃത്വത്തിലാണ് ഇത് രൂപീകരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് അടക്കമുള്ളവർ ഇതിനകത്തുണ്ട്. ക്ലിയർ ആയിട്ട് സ്ത്രീകൾ അബ്യൂസ് ചെയ്യപ്പെട്ട വിഷയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞേക്കുന്ന ആരൊക്കെയാണോ ആ പെർപെട്രേറ്റേഴ്സ്, അവരുടെ ഒന്നും പേരുകൾ ഈ നിമിഷം വരെ പുറത്തു വന്നിട്ടില്ല. ഹേമ കമ്മിറ്റിയെ ടച്ച് ചെയ്യുന്നതേ ഇല്ല. മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ ഇന്ന് ശ്രീമതി മിനു അടക്കമുള്ളവര് കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും ഈ അന്വേഷണം പോകുന്നത്. അപ്പൊ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന ആ പെർപെട്രേറ്റേഴ്സ് എല്ലാം ഇപ്പോഴും വളരെ സേഫായി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പേരുകളോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോ പുറത്ത് വരുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്തിരിക്കുന്നു. രണ്ടാമത്, 2 പുരുഷ ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ വിങ് രൂപീകരിക്കുന്നത്. അതിനോടും നമ്മൾ എതിരാണ്. കാരണം പ്യുവർലി ഒരു മുൻ ഹൈക്കോടതി ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് ഹേമയെ പോലുള്ള ഒരു പ്രഗത്ഭമതിയുടെ മുമ്പിൽ പോലും പോയി തങ്ങൾ അനുഭവിച്ച യാതനകൾ, പീഡനങ്ങൾ തുറന്നു പറയാൻ വല്ലാതെ ബുദ്ധിമുട്ടിയ, മടിച്ച, മാറി നിന്ന സ്ത്രീകൾ ഈ പുരുഷന്മാര് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘത്തിലേക്ക് ചെന്ന് അവരുടെ അനുഭവങ്ങൾ പറയണം. പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നവരാണെങ്കിലും ഈ 2 മെയിൽ ഓഫീസേഴ്സ് ഹെഡ് ചെയ്യുന്ന ഒരു ടീമിന് മുന്നിലേക്ക് പോയിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തണം ആണ് സർക്കാർ പറയുന്നത്. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് ഓഫീസേഴ്സ് 4 വനിതാ IPS ഉദ്യോഗസ്ഥർക്കാണല്ലോ ഇതിന്റെ ചാർജ് കൊടുത്തേക്കുന്നത്. അതിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. വാളയാർ കേസിലും വടക്കാഞ്ചേരി അന്വേഷണ കേസിലും ഒക്കെ അട്ടിമറികൾ നടത്തിയവരെന്ന് ആരോപണ വിധേയരായിട്ടുള്ളവർ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന വനിതാ ഓഫീസേഴ്സും ഉണ്ട്. ഇപ്പൊ വനിത ആയതുകൊണ്ട് ആ വനിതകളെല്ലാം നല്ല ജെന്യുവിൻ ആയിരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അത്തരം ആരോപണങ്ങളിൽ ഏർപ്പെടാത്ത കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ള ഓഫീസേഴ്സിനെ, വനിതാ ഓഫീസേഴ്സിനെ വെച്ചൊരു സംഘം രൂപീകരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ വാളയാറും വടക്കാഞ്ചേരിയൊക്കെ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്, അതുപോലെ സർക്കാരിന് വേണ്ടപ്പെട്ട പലരുടെയും പേരുകൾ ഇനി വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ പുറത്ത്. ആ പേരുകളൊക്കെ വളരെ സുരക്ഷിതമായ രീതിയിൽ ഈ വനിതാ ഓഫീസേഴ്സിനെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനും